ആ കടമ്പ കുറച്ച് കടുത്ത കടമ്പയാണ്. പക്ഷേ അത് പാസ്സാകും എന്നുള്ളത് തന്നെയാണ് പൊതുവെയുള്ള പ്രതീക്ഷ. തീർച്ചയായും അങ്ങനെ തന്നെ. ഇപ്പോൾ വ്യാപാരി വ്യവസായി സമൂഹത്തിൻ്റെയൊക്കെ ഒരു പിന്തുണയോടുകൂടി 100 കോടി എന്നുള്ള ആ സാമ്പത്തികമായുള്ള ടാസ്ക് നമ്മളിപ്പോൾ ഏകദേശം അത് മീറ്റപ്പ് ചെയ്തു, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഉറപ്പ് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. നേരത്തെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് ഇക്കാര്യത്തിൽ വലിയ തിരിച്ചടി നേരിട്ടത് സാമ്പത്തികമായിട്ടുള്ള ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. നേരത്തെ ഷാജി പ്രഭാകരനുള്ള സെക്രട്ടറി AFF സെക്രട്ടറി പറഞ്ഞിരുന്നത് അർജന്റീന പോലൊരു ടീമിനെ ഇവിടെ കൊണ്ടുവന്ന് അത്ര പൈസ കൊടുക്കാൻ ഇല്ല, ഇന്ത്യൻ ഫുട്ബോളിന് അത് വലിയ തിരിച്ചടിയായിരിക്കും, ഇല്ലെങ്കിൽ അത് മീറ്റപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തരത്തിലാണ് ഉണ്ടായിരുന്നത്. അതും ഇന്ത്യയും അർജന്റീനയും തമ്മിലുള്ള ആയിരിക്കില്ല മത്സരം. അർജന്റീന നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഒരു മുൻനിര ടീമുകളിലൊന്നായിട്ടായിരിക്കും ആ മത്സരം ഉണ്ടാകും. അപ്പോൾ അവർക്കുള്ള പൈസ കൂടി കൊടുക്കണം എന്നുള്ള വലിയൊരു കാര്യം കൊണ്ടാണ് ഇന്ത്യക്ക് അങ്ങനെ ഒരു അവസരം വന്നിട്ട് പോലും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നത്. പക്ഷേ കേരളം ആ നിമിഷം ഏറ്റുപിടിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ആ പണത്തിൻ്റെ കാര്യത്തിൽ ആശങ്കയില്ല. ഇനി നമ്മുടെ പ്രധാന ടാസ്ക് എന്ന് പറയുന്നത് ഗ്രൗണ്ട് എന്ന് തന്നെയാണ്. കലൂർ സ്റ്റേഡിയത്തിലുമാണ് നമുക്ക് മുന്നിലുള്ളത്. ഒരു പക്ഷേ അണ്ടർ-17 വേൾഡ് കപ്പ് ഒക്കെ നടന്നത് ഇവിടെയാണ്. അതാണ് ഒരു ഫുട്ബോളിന് അനുകൂലമായുള്ള ഒരു സ്റ്റേഡിയം എന്നുള്ള പറയുന്നത്. പിന്നീട് കാര്യവട്ടം സ്റ്റേഡിയമാണ്. അവിടെ മുമ്പ് സാഫ് ഫുട്ബോൾ അടക്കമുള്ള മത്സരങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതൊരു ക്രിക്കറ്റിന് വേണ്ടി ഡിസൈൻ ചെയ്തുള്ള ഒരു സ്റ്റേഡിയമാണ്. അവിടെ ഫുട്ബോളിന് വേണ്ടി അധികം മത്സരങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. നേരത്തെ 10 വർഷം മുമ്പൊക്കെ തന്നെ സാഫ് ഫുട്ബോൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യ അവിടെ മത്സരിച്ചതൊക്കെ തന്നെ ഓർക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ അതും ഒരു ഓപ്ഷൻ ആയിരിക്കാം. പക്ഷേ മഞ്ചേരിയിലോ കോഴിക്കോട് EM സ്റ്റേഡിയത്തിലോ നടത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ വലിയ ടാസ്ക് ആണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തന്നെ പറയും. കാരണം മഞ്ചേരി സ്റ്റേഡിയത്തിൽ SLK മത്സരം നടന്നപ്പോൾ തന്നെ അതിൻ്റെ ടർഫിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ മഴ പെയ്തതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മന്ത്രിയും അക്കാര്യത്തിൽ തന്നെയാണ് ഒരു ആശങ്ക പങ്കുവച്ചത്. എന്തായാലും കൊച്ചിയിലേക്ക് സാധ്യതകൾ അടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറം മെസ്സി വരുന്നു എന്നുള്ള സന്തോഷത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ മെസ്സി വരുമോ അതിൻ്റെ ഒരു സാധ്യതകൾ തെളിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. AFA പ്രതിനിധികൾ 1.5 മാസത്തിനകം ഇവിടെ എത്തും. അവർ ഇതിനനുകൂലമായ ഒരു തീരുമാനമെടുക്കുമെന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞു നിർത്തിയത് MB രാജേഷ് പറഞ്ഞ കാര്യമാണ്. അതായത് കേരളത്തെ ഒരു രാജ്യമായിട്ടാണ് പല അർജന്റീനൻ ആരാധകരും കണ്ടത്. നേരത്തെ ലോകകപ്പിൻ്റെ സമയത്തൊക്കെ തന്നെ നമ്മുടെ ആവേശം, നമ്മുടെ ഒരു പിന്തുണ, ഇല്ലെങ്കിൽ നമ്മൾ വെള്ളായണി പുഴയുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നു പോകുന്നു, ആ പുഴയിൽ മെസ്സിയുടെ കട്ടൗട്ട് വെച്ചതൊക്കെ തന്നെ ലോകം ശ്രദ്ധിച്ചതാണ്. അർജന്റീനൻ പേജിൽ വന്നതാണ്, ഫിഫയുടെ പേജിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെ മറ്റൊരു ഫുട്ബോൾ രാജ്യമായിട്ടാണ് പലപ്പോഴും ആളുകൾ കാണുന്നത്. നേരത്തെ റോബർട്ടോ കാർലസ്, ബ്രസീലിൻ്റെ ഇതിഹാസ താരം, അദ്ദേഹത്തെ ആരോ ഒരിക്കൽ കൂട്ടിയിരുന്നു. കേരളത്തെ അദ്ദേഹത്തിന് അറിയാം, പക്ഷെ അത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആണെന്ന കാര്യം അത് അറിയില്ല. അത്ര കണ്ട് പെരുമയുള്ളതാണ് നമ്മുടെ ഫുട്ബോൾ മണ്ണിലേക്ക്. ഒരു പ്രേക്ഷകർ ഷിഹാബ് ടി കെ പറയുന്നുണ്ട് മെസ്സി കേരളത്തിൽ വിരമിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിരമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മഞ്ഞപ്പടയുടെ മെൻറ്ററോ കോച്ചൊക്കെ ഒരു അക്കോമഡേഷൻ കൊടുക്കുകയും ചെയ്യാം അല്ലേ? മെസ്സി വിരമിക്കും. മെസ്സി എന്തായാലും 2026 ലോകകപ്പ് അമേരിക്കൻ മണ്ണിലായിരിക്കും കളിക്കും. അവിടെ കളിച്ചുകൊണ്ട് കളി മതിയാക്കുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മെസ്സി അതിൽ മുൻകൂട്ടി കണ്ട് തന്നെയാണ് മേജർ ലീഗ് സോക്കറിലേക്കൊക്കെ തന്നെ പോയതും അവിടെ കളിക്കുന്നതും ഒക്കെ തന്നെ. എന്തായാലും മെസ്സിയുടെ ഒരു വിരമിക്കൽ മത്സരം മിക്കവാറും അമേരിക്കയിലായിരിക്കും. ഇല്ലെങ്കിൽ അത് മെസ്സി ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഗ്രൗണ്ട് ക്യാമ്പ് നൗവിലായിരിക്കും. ക്യാമ്പിൽ കളിച്ചുകൊണ്ട്